ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അനുഗ്രഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ്, തിരുനടയിലാണ് നമ്മൾ നിൽക്കുന്നത്. കർക്കടക മാസത്തിന്റെ അനുഗ്രഹം നാടും നഗരങ്ങളും മുഴുവൻ രാമമന്ത്രം കൊണ്ട് നിറയണു. നാലമ്പല ദർശനം കർക്കടക മാസത്തിന്റെ പ്രത്യേകതയാണ്. എറണാകുളം ജില്ലയിലുള്ള മാമലശ്ശേരി ക്ഷേത്രം, രാമസ്വാമി ക്ഷേത്രം, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക. ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് നാലമ്പല ദർശനത്തിനെത്തുന്നത്. ഇത് മഹാപുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഗംഗാപ്രവാഹം പോലെ രാമനാമം ജപിച്ചുകൊണ്ട് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുമ്പോൾ അത് ഭക്തന്മാർക്ക് എത്ര അനുഗ്രഹം ഉണ്ടാക്കുക എന്ന് പറയാനാവില്ല. സാക്ഷാൽ ശ്രീരാമന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ പിറവത്തിനും രാമമംഗലത്തിനും മധ്യേയുള്ള മാമലശ്ശേരി എന്ന ഗ്രാമവും സമീപ ഗ്രാമങ്ങളും രാമായണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാലും പുരാവൃത്തങ്ങളാലും സമ്പന്നമാണ്. പിറവത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ള മാമല്ലശ്ശേരി സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്ര സന്നിധിയിൽ ആ തിരുമുറ്റത്ത് കൊടിമരത്തിന് മുമ്പിൽ ദീപസ്തംഭത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കർക്കടക പുണ്യമായി നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ആദ്യം എത്തേണ്ടത് ഈ ശ്രീരാമസന്നിധിയിലാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ, വിഗ്രഹം ആണ് രാമൻ. എന്തിന്റെ? ധർമ്മത്തിന്റെ വിഗ്രഹമാണ് രാമൻ. ഇത്രയും അനുഗ്രഹം ഭക്തന്മാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മൂർത്തി ഈ രാമനെ പോലെ വേറെ ആരുമില്ല. അത്ര ശക്തിയാണ് അദ്ദേഹം, വാത്സല്യമാണ്, പ്രഭുവാണ് അദ്ദേഹം. എന്താ ഇവിടുത്തെ പ്രതിഷ്ഠ എന്നല്ലേ? ലങ്കേശനായ രാവണൻ ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നിയായിട്ട് സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. സീതയെ കാണാതെ അലഞ്ഞു തിരിയാണ് രാമൻ. സീതയെ എന്ന് പറ, ചെമ്പകപ്പൂവിനോടും മാവിനോടും അരയാലിനോടും കാട്ടിലെ സകല ജീവജാലങ്ങളോടും സീതയെ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിരഹകാതരനായ ഒരു രാമൻ. ഭാഗവത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഗോപികമാര് കണ്ണനെ കാണാതെ കണ്ണാ എന്ന് പറഞ്ഞ് കരയണത്. ഈ രാമന്റെ കരച്ചിലിന്റെ പ്രതിധ്വനി പോലെയാണ് അത് നമുക്ക് കേൾക്കാൻ കഴിയുക. വിരഹകാതരനായി കണ്ണുനീരണിഞ്ഞുകൊണ്ട് തന്റെ പ്രാണപ്രിയായ സീതയെ അന്വേഷിച്ചുകൊണ്ട് ആ അലയുന്ന രാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തൊട്ടടുത്ത് തന്നെ സാക്ഷാൽ ശ്രീ ഹനുമസ്വാമി ഉണ്ട്. തന്റെ മാറു പിളർന്ന രാമനെ കാട്ടിക്കൊടുത്ത ഭഗവാൻ. ഭാഗവതത്തിലേക്ക് നോക്കിയാല് ഗോപികമാരുടെ പ്രേമം നമുക്ക് കാണാൻ പറ്റും. കണ്ണനെ കാണാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കണം. അതുകൊണ്ടാണ് നാരദ മഹർഷി എഴുതിയത് ഭക്തിസൂത്രത്തില് യഥാവൃജഗോപികാനാം, ഗോപികമാരുടെ ഭക്തി എന്ന്. അതുപോലെ തന്നെ കാരുണ്യസ്വരൂപനായ ശ്രീ ഹനുമാനാണ് ഇവിടെ ഉള്ളത്. ആ ക്ഷേത്രത്തിന്റെ സന്നിധാനത്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് 4 ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പുറപ്പെടാൻ പോകുന്നത്. മുളക്കുളത്തേക്കും ഒക്കെ, ഭരതന്റെയും ശത്രുഘ്നന്റെയും ലക്ഷ്മണസ്വാമിയുടെയും ഒക്കെ തിരുസന്നിധാനത്തേക്ക്. അവസാനം തിരിച്ച് ഈ നടയിൽ തന്നെ വന്ന് വീണ്ടും ശ്രീരാമസ്വാമിയെ തൊഴുത് നമസ്കരിക്കുമ്പോഴാണ് ഈ തീർത്ഥാടനം പരിപൂർണമാവുക. അവിടെയാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നമുക്കെല്ലാം പരിപൂർണമായിട്ട് ലഭിക്കാൻ പോവുക. മംഗളകരമായ ഈ സുമുഹൂർത്തത്തില് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സരയൂ നദിയിലെ തിരമാലകൾ പോലെ, ഓളങ്ങൾ പോലെ രാമനാമ മുഖരിതമാകുന്ന കർക്കടക പുലരി ഈ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മൂവാറ്റുപുഴയാറിൻ്റെ മറുതീരത്ത് ശ്രീരാമൻ ദശരഥന് ബലിയിട്ട ഏഴേക്കരേനാട് വെട്ടിത്തറ പ്രദേശത്തെ ശൈവസങ്കേതം ഒരു കാലത്ത് തിരുവബലി എന്നും പിൽക്കാലത്ത് തിരുവേലി എന്നും അറിയപ്പെട്ടു. സ്ഥലനാമ കൗതുകം ഉള്ളിലുദിപ്പിക്കുന്ന പൗരാണിക ചരിത്രങ്ങൾ ഇപ്രകാരമായിരിക്കെ, പണ്ട് വനമായിരുന്ന ഇവിടെ ഒരു പശു സ്വയമേവ പാൽ ചുരത്തുന്നത് കണ്ട തപസ്വിയായ സിദ്ധൻ പ്രദേശമഹത്വവും അപരിമേയമായ ദേവസാന്നിധ്യവും തിരിച്ചറിഞ്ഞ് അന്നത്തെ രാജാവിനെ കൊണ്ട് പണി കഴിപ്പിച്ചതാണ് ഇന്നത്തെ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഭഗവാന്റെ ഉപദേവതമാരായിട്ട് സാക്ഷാൽ മഹാദേവനും ധർമ്മശാസ്താവും ഗണപതി. മഹാദേവന്റെ 2 പുത്രന്മാർ അല്ലെ, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ആ ഗണപതിയുണ്ട്. അതുപോലെ സാക്ഷാൽ മഹാദേവനും ശാസ്താവുമാണ്. കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അവരാണിതാ നമ്മളിപ്പോൾ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി അടുത്ത നടയിലേക്ക് പോവാം.
മാമലശ്ശേരി സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ സന്നിധിയിൽ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഹനുമാന്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാന്റെ ഓവ് താങ്ങിയായിട്ട് ഇവിടെ ഹനുമാനാണുള്ളത്. ഈ രാമഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണം ആരെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ശ്രീ ഹനുമാനാണ്. ഈ ഹനുമാനാണ് തന്റെ മാറ് പിളർന്ന് സാക്ഷാൽ രാമസ്വാമിയെ കാട്ടിക്കൊടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. എത്രയാ രാമഭക്തി എന്നുള്ളതിന് കണക്കില്ല. അങ്ങനെയുള്ള സാക്ഷാൽ ശ്രീ ഹനുമാൻ ഈ രാമസന്നിധിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓവ് താങ്ങിയായിട്ട് സമീപത്ത് നിൽക്കുകയാണ്. എത്രയാ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ എന്ന് പറയാനില്ല. തൻ്റെ ഭക്തനായിട്ടുള്ള ഹനുമാനെ തൊഴാണ്ട് ആരെ തൊഴുതിട്ടും ഫലമില്ല. അത്ര ഇഷ്ടമാണ് ശ്രീരാമസ്വാമിക്ക് ഹനുമാനെ. ഇവിടെ വിശേഷമായിട്ട് 2 വഴിപാടുകളുണ്ട്. ഒന്ന് വെറ്റില സമർപ്പണമാണ്. അത് ഹനുമാന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വിശേഷമായിട്ടുള്ള ഒന്നാണ് ഇവിടെ കുന്നിക്കുരു പറ. അത് അത്യപൂർവമാണെന്ന് തന്നെ വേണം പറയാൻ. സാക്ഷാൽ ശ്രീരാമന്റെ കാര്യം സാധിക്കാൻ വേണ്ടി, സീതാദേവിയെ കാണാൻ വേണ്ടി 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന ആളാണ് ഹനുമാൻ. ജയ ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് ആ സമുദ്രം ചാടിക്കടന്ന ആളാണ് അദ്ദേഹം, അല്ലെ? അതേ ഫലമാണത്രേ കുന്നിക്കുരു സമർപ്പിക്കുമ്പോഴും ഈ പറ സമർപ്പിക്കുമ്പോൾ എന്താഗ്രഹമുണ്ടോ അത് സാധിക്കും. വിശേഷമായിട്ട് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹം എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും ഇവിടെ കുന്നിക്കുരു പറ സമർപ്പണം നടത്തിയാൽ അത് സാധിക്കുന്നതാണ് ഒരുപാട് അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ നാലമ്പല ദർശനകാലത്തും അല്ലാതെയൊക്കെ ഇവിടെ കുന്നിക്കുരു സമർപ്പിക്കാനായിട്ട്, പറ സമർപ്പിക്കാനായിട്ട് ഓടിയെത്തുന്നു. ഭഗവാന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഭക്തന്മാരെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് രാമനാമലഹരിയിൽ ആറാടിക്കൊണ്ട് സാക്ഷാൽ ശ്രീഹനുമൻ വാണരുളുന്ന പുണ്യ ഭൂമിയാണ് ഇവിടെ. നാലമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട ഈ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് മുഴുവൻ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ ഹനുമാന്റെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ കുന്നിക്കുരു പറ സമർപ്പണം നടത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയും ഭഗവാൻ കൈവിടുകയില്ല. നിരവധി പേരാണ് ഭഗവാന്റെ കാരുണ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ഒരുപാട് ആളുകളുടെ കഥ ഇവിടെ വരുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. പരദേശത്തും ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഭഗവാന്റെ തൊട്ടടുത്ത് ഇറക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, അല്ലേ? ഭഗവാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മായ എന്നല്ലേ പേര്? ആ കഥ ഒന്ന് പറയുകയാണെങ്കിൽ ആളുകൾക്ക് അതൊരു സന്തോഷവും. നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് 32 കൊല്ലമായി. അന്നോട്ട് നമ്മളിവിടെ ഈ അമ്പലത്തിൽ സ്ഥിരം വന്നൊരു ആളാണ്. ഒരുപാട് അനുഭവങ്ങൾ. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിലും മക്കൾക്കാണെങ്കിലും നല്ലൊരു ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും അത് നടന്നിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും. അപ്പം അതിൽ ഒത്തിരി വിശ്വസിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ തന്നെ ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ആങ്ങളുടെ മോന് ഇതുപോലെ ഒരു വിദേശയാത്രയായിട്ട് കല്യാണം കഴിഞ്ഞ് പോകാൻ പറ്റാണ്ട് ഇച്ചിരി വിഷമിച്ചൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഹനുമാനൊരു കുന്നിക്കുരു പറവയ്ക്കണം. വച്ചതിന് ശേഷം നമുക്ക് എല്ലാവരും ഒരുപാട് പേര് ഇവിടെ നിന്നല്ല പുറത്തുനിന്നുള്ള ഒത്തിരി പേര് ഇപ്പം ഈ നാലമ്പലം കഴിഞ്ഞതോടുകൂടി ഇതിനോടുകൂടി തന്നെ ഒരുപാട് ആൾക്കാർ ഞായറാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ കുന്നിക്കുരു പറവയ്ക്കാൻ മാത്രമായിട്ട് വരുന്നുണ്ട്. ഹനുമാന് മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹനുമാന് ചെയ്യണതിനൊപ്പം തന്നെ നമ്മൾ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം അല്ലെങ്കിൽ ഒഷപ്പായസം എന്താണെങ്കിലും എന്തെങ്കിലും വഴിപാട് ആ കൂടെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ നമ്മളോട് പ്രത്യേകം പറയും, നമ്മൾ ഇതിന് ചെയ്യാൻ വരുമ്പോ തന്നെ. അപ്പൊ അങ്ങനെ ചേച്ചിയുടെ ആങ്ങളുടെ മോനിവിടെ വന്ന് ഇത് കഴിച്ചു. പിന്നെ കുന്നിക്കുരു പറ വെച്ച് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ശരിക്കും പ്രാർത്ഥിച്ചോട്ട് പൊക്കോളുക. ഇനി നിനക്ക് പോകേണ്ട സമയം ആയിക്കഴിഞ്ഞാൽ പോണതിന് മുമ്പ് വീണ്ടും ഒന്നും കൂടി ഇവിടെ വന്ന ഒരു പറയും കൂടി നീ വച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോയി 1 മാസത്തിനുള്ളിൽ അവന് വിസയെല്ലാം വന്നു. ഇപ്പൊ പോയി ജോലിയായി. പക്ഷെ എൻ്റെ ഈ പെർമനന്റ് വിസയ്ക്ക് മാത്രം ഇച്ചിരി താമസമുണ്ട്. അത് കാരണം ജോലിക്ക് കയറില്ലെന്നേ ഉള്ളൂ. പോകാനായിട്ട് പറ്റി. പോണതിൻ്റെ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നു. വീണ്ടും ഇവിടെ വന്ന് പറ വെച്ചു. ഇനി പോയിട്ട് അവർ തിരിച്ചു വന്ന സമയത്ത് ഇവിടെ ഭഗവാൻ ഒരു 12 നമസ്കാരം കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത്. അത് ഞാൻ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തോളാം. പോയിച്ച് വന്നതിന് ശേഷം
ജോലിയൊക്കെ ആയിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്തോളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരുപാട് ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നിക്കുരുപ്പറ ഭഗവാൻ ശ്രീരാമനെ പോലെ തന്നെ പിന്നെ ഹനുമാൻ സ്വാമിയെ വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നടക്കും. ശരി. മാമല്ലശ്ശേരി സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഈ ക്ഷേത്രത്തിലെ കഴകം ഇവർക്കാണ്, ഇവരുടെ കുടുംബത്തിനാണ്. പാരസ്യരാണ്. എന്താ പേര്? രമ്യ എന്നാണ് ഇവരുടെ പേര്. ഭഗവാന്റെ അടുത്ത ആളാണ്. എന്താണ് ഭഗവാന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഭക്തജനങ്ങളോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞാല് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. അപ്പൊ ഞങ്ങള് ഭഗവാന്റെ മുമ്പിൽ വിളക്കെടുക്കണ ആളാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ആൺകുട്ടികള് വേണമല്ലോ വിളക്കെടുക്കാനായിട്ട്. അപ്പൊ അമ്മയ്ക്കും ഒത്തിരി ആഗ്രഹമായിരുന്നു, ആൺപിള്ളേരില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് 3 ആൺകുട്ടികളെയാണ് ദൈവം തന്നത്. ഇനി വിളക്കെടുക്കാൻ ഒരാളാകണ്ട അല്ലെ, 3 ആളാകണ്ട. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ എവിടെ ഇറങ്ങിയാലും ശ്രീരാമസ്വാമിയെ വിചാരിച്ചിട്ടേ പോവാറുള്ളൂ. സ്വതേ തന്നെ ഹനുമാനെ ഉപാസിച്ചിട്ടാണ് യാത്ര അല്ലെ. യാത്രാകാലേ വിശേഷത എന്ന് പറയും. ഹനുമാനെ ഉപാസിച്ചിട്ട് പോവാ. നമുക്ക് സാക്ഷാത് ശ്രീരാമസ്വാമി ഹനുമാന്റെയും അല്ലെ അനുഗ്രഹം നൽകിയിട്ടുള്ള ആളാണ്. പിന്നെ കുട്ടികൾക്കായാലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലും ഹനുമാൻ സ്വാമിയാണ്. അതെ അതെ. ഒരു അമ്പലത്തിലെ ക്ഷേത്രത്തിൽ ഈ വിളക്കെടുക്കുക എന്നുള്ള ചടങ്ങുണ്ടല്ലോ. ഉത്സവകാലത്താണെങ്കിലും, ഉത്സവകാലത്ത് മാത്രമേ ഉള്ളൂ അവിടെ. അതോ ഉത്സവകാലത്ത് വിളക്കെടുക്കണം. ഭഗവാന്റെ മുമ്പില് കടമ്പിന് മുമ്പിൽ വിളക്കെടുക്കാൻ ആൺകുട്ടികൾ വേണം. അപ്പൊ അങ്ങനെ ഇല്ലാണ്ട് വന്നാൽ അതൊരു വലിയ സങ്കടവും. കാരണം ആ വാര്യത്ത് അവിടെ അങ്ങനെ ആളില്ലാണ്ട് വന്ന പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരും. അത് നമുക്ക് സങ്കടമാണ്. കാരണം ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആവാം. പക്ഷെ അപ്പോ ഭഗവാൻ ഒരു ഉണ്ണിയെ ചോദിച്ചിട്ട് 3 ഉണ്ണികളെ ഒന്ന് അനുഗ്രഹിച്ചു. വളരെ വളരെ സന്തോഷം. രാമ 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 രാമ. ക്ഷേത്ര മതിലിന് വെളിയിൽ വടക്കു ഭാഗത്ത് വടക്കു ദർശനമായി നദീമുഖമായി ഭദ്രകാളിയും, ഭദ്രകാളിക്ക് കിഴക്ക് ഭാഗത്തായി പടിഞ്ഞാറ് ദർശനമായി ദുർഗയും കണ്ണാടി വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു. പീതാംബരധരാമംബാം നാനാലങ്കാരഭൂഷിതാം തേജപുഞ്ചധരാം ശ്രേഷ്ഠാം ധ്യായേത് ദേവീം സദേശ്വരീം. സാക്ഷാൽ ദുർഗാഭഗവതിയാണ് ഈ ആറിൻ്റെ തീരത്തുള്ളത്. ആ ദേവിക്ക് പ്രധാനമായിട്ടുള്ള വഴിപാട് നെയ്പായസമാണ്. ഇനി നമുക്ക് ഭഗവതി ഭദ്രകാളിയെ തൊഴാം. നാരായണ. സാക്ഷാൽ ഭദ്രകാളി ദേവിയാണ് ഇവിടെ. അമ്മയ്ക്ക് പ്രധാനമായിട്ടുള്ള വഴിപാട് കടുംപായസവും ഗുരുതിയാണ്. ദേവിക്ക് ഗുരുതിയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മയെ തൊഴുത് നമസ്കരിക്കുക, ഈ വഴിപാട് കഴിക്കുക വളരെ വിശേഷമായിട്ടുള്ളതാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഭദ്രകാളി നമസ്തുഭ്യം ഭദ്രേതു പ്രേച്ഛമേ. രുദ്രനേത്രാഗ്നിസംഭൂതേ മഹാകാളി നമോസ്തുതേ. ജഗദംബികാ സ്മരണം ശ്രീ മഹാദേവി നമ. 2 ഭഗവതിമാരെ തൊഴുത് നമ്മൾ വരണത് നേരെ പുഴയിലേക്കാണ്. കുതിച്ചൊഴുകാണ്. ഇവിടെ മീനൂട്ട് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഭഗവാന്റെ ഒരു വഴിപാട് തന്നെയാണ് മീനൂട്ട്. അതുകൂടി ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. നാരായണ ഹരി. നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അനേകായിരം ആളുകൾ സ്വദേശത്തു നിന്നും പരദേശത്തു നിന്നൊക്കെ ഈ 4 ക്ഷേത്രങ്ങളിലേക്കും ഒഴുകാൻ പോവുകയാണ്. രാമമന്ത്രത്തിൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന തീർത്ഥാടകർ അല്ലേ. അപ്പോൾ സുരേഷ് ജി ഈ 4 ക്ഷേത്രങ്ങളുടെ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഈ 4 ക്ഷേത്രങ്ങൾ കൂടി തീരുമാനിച്ചിട്ടുള്ള ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ, ഇവിടെ കുന്നിക്കുരു സമർപ്പക പറയുകയൊക്കെ ഉണ്ട്. ഞാനത് കണ്ടിരുന്നു. ഞാനത് അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അതുപോലെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെക്കുറിച്ചും ഈ നാലമ്പല ദർശനത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് ഇനി വരാനിരിക്കുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷമാകുമെന്ന് പങ്കുവയ്ക്കാൻ.
ഈ നാടിൻ്റെ ചരിത്രം കൊണ്ട് തന്നെ രാമായണ കഥയുമായി ഏറെ ബന്ധമുള്ളൊരു സ്ഥലമാണ് മാമലശ്ശേരി. പഞ്ചായത്ത് ശ്രീരാമമംഗലം എന്നറിയപ്പെട്ടിരുന്നു എന്നാണ് കരുതുന്നത്. ശ്രീരാമമംഗലം പിന്നീട് രാമമംഗലമായി എന്ന് കരുതുന്നു. അങ്ങ് പറഞ്ഞ പോലെ തന്നെ മാരീചൻ എന്ന മാനിനെ നിഗ്രഹിച്ചു വീഴ്ത്തി മാൻ മലച്ച ചേരി മാമലശ്ശേരിയായി എന്നാണ് പറയപ്പെടുന്നത്. മാരീചനെ നിഗ്രഹിച്ചു നിൽക്കുന്ന ശ്രീരാമസ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠ. 2008 നാലമ്പല ദർശനം എന്ന ഒരു ആശയം ഇവിടെ സഫലീകരിക്കുന്നത്. ഇവിടെ ശ്രീരാമസ്വാമിയെ തൊഴുത് മേമുറിയിൽ ഭരതസ്വാമിയെയും മുളക്കുളത്ത് ലക്ഷ്മണസ്വാമിയെയും തൊഴുത് മാമലശ്ശേരി കാവുംകടയിൽ നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമിയെ തൊഴുത് തിരിച്ച് മാമലശ്ശേരിയിൽ എത്തിച്ചേരുമ്പോൾ നാലമ്പല ദർശന ചക്രം പൂർണ്ണമാവുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി, കേരളത്തിന് പുറത്തു നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുമ്പോൾ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, കൂട്ടുപായസം, ഒരു കുടം പാല്, ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പിക്കുക, ഇതെല്ലാം പ്രധാന വഴിപാടുകളാണ്. വെള്ളി കൊണ്ടുള്ള അമ്പും വില്ലും സമർപ്പിക്കുക. അതുപോലെ തന്നെ പ്രധാന ഉപദേവൻ ഹനുമാൻ സ്വാമിയാണ്. പൂവുതാങ്ങിയായി ശ്രീകോവിലിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വെറ്റില സമർപ്പണം, വെള്ളി കൊണ്ടുള്ള ഗദ സമർപ്പണം, കുന്നിക്കുരു പറ, ഇതെല്ലാം ഹനുമാൻ സ്വാമിയുടെ പ്രധാന വഴിപാടുകളാണ്. തീർച്ചയായിട്ടും കർക്കിടക മാസത്തിൽ ഒത്തിരി അകലങ്ങളിൽ നിന്ന് പോലും വിദേശയാത്രാ തടസ്സവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കുരു പറവയ്ക്കുവാനായിട്ട് നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ വർഷം നാലമ്പല ദർശന പരിപാടികളുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ജൂലൈ 16 തീയതിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ വലിയൊരു നടപ്പുരയുടെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ സമർപ്പണം ആയിരിക്കുകയാണ്. ജൂലൈ മാസം 6 തീയതി വൈകിട്ട് 6 മണിക്ക് ഏറെ ശ്രേഷ്ഠനായ സ്വാമി ചിദാനന്ദപുരി സ്വാമിയാണ് അതിൻ്റെ സമർപ്പണം നടത്തുന്നത്. നാലമ്പല ദർശനത്തിനായി അകലങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന അല്ലെങ്കിൽ മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഇവിടെയും മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ പ്രസാദകൂട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു ഗ്രാമപ്രദേശമായകയാൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ട് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഇവിടെയായിട്ട് വരുന്ന എല്ലാവർക്കും എല്ലാ ദിവസങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കർക്കിടകത്തിന്റെ പുണ്യം എല്ലാ ഭക്തജനങ്ങളിലും നിറയട്ടെ. അതിന് സാക്ഷാൽ ശ്രീരാമസ്വാമി, ധർമ്മത്തിന്റെ വിഗ്രഹമായിട്ടുള്ള ഭഗവാൻ രാമചന്ദ്രസ്വാമിയും ഹനുമാനും അതുപോലെ തന്നെ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെല്ലാവരും ഈ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും രാമമന്ത്രം നിറയട്ടെ. രാമ രാമ രാമ. മാമലശ്ശേരി ശ്രീരാമസ്വാമിയെ തൊഴുതു നമ്മൾ. ഇനി ഭരതസ്വാമിയെ കാണാൻ വേണ്ടി ഭരതപ്പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. 4 അമ്പലങ്ങളിൽ നമുക്ക് തൊഴണം. എന്നിട്ട് വീണ്ടും ശ്രീരാമസ്വാമിയെ തൊഴുത് അനുഗ്രഹം മേടിച്ചാലാണ് നാലമ്പല ദർശനം പരിപൂർണമുള്ളൂ. അപ്പം നമുക്ക് ഭരതസ്വാമിയുടെ അടുത്തേക്ക് പോകാം. ഹരേ രാമ. നാലമ്പല തീർത്ഥാടനത്തിന്റെ 2ാമത്തെ ക്ഷേത്രമായ മേമുറി ഭരതപ്പള്ളി ഭരതസ്വാമിയുടെ തിരുമുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി വനവാസത്തിന് പുറപ്പെട്ട സമയത്ത് അപ്പോഴാണ് ഭരതനും ശത്രുഘ്നനും ഒക്കെ കഥയറിയണത്. വേഗം അദ്ദേഹം പുറപ്പെടുകയാണ് ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. എനിക്ക് രാജ്യവും വേണ്ട, കൊട്ടാരവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ, ഞാനും ഭവാനും അരുന്ധതീ ദേവിയും എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ വികാരപരവശമായിട്ട് തന്നെയാണ് എഴുത്തച്ഛനതൊക്കെ എഴുതി ചേർത്തിട്ടുള്ളത്. ആ ലക്ഷ്മണസ്വാമിയും ഭരതസ്വാമിയും കൂടി ആ ശ്രീരാമചന്ദ്രനായിട്ടുള്ള സഹോദരനെ ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ശത്രുഘ്നൻ വഴിതെറ്റിപ്പോയി. ഭരതസ്വാമി വഴിതെറ്റി നിന്ന സ്ഥലമാണ് ഈ മേമുറി ഭരതസ്വാമി ക്ഷേത്രം. രാജോചിതമായ എല്ലാം അമ്മ നേടിക്കൊടുത്തിട്ടുണ്ട്. ഭരതനെ രാജാവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ രാജസുഖങ്ങളൊന്നും അനുഭവിച്ചില്ല. അതൊക്കെ ഉപേക്ഷിച്ച് ഏട്ടനെ പോലെ തന്നെ കഴിയണമെന്ന് വിചാരിച്ച് സന്യാസിയെ പോലെയാണ് അദ്ദേഹം കഴിച്ചു കൂട്ടുന്നത്. ഭഗവാന്റെ പാദുകങ്ങളെ ശിരസിലേന്തിക്കൊണ്ട് ഭഗവാനെ പൂജിക്കണം. ആ ഭരതന്റെ ക്ഷേത്രം, ശത്രുഘ്നനും ഭരതനും വേർപിരിഞ്ഞ സ്ഥലം, ആ മേമുറി ഭരതസ്വാമിയുടെ തിരുമുമ്പിലാണ് നമ്മളുള്ളത്. തീർത്ഥാടനത്തിന്റെ 2ാമത്തെ സ്ഥലമാണ് ഇവിടെ. ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് മുഴുവൻ അനുഗ്രഹം കോരിച്ചൊരിഞ്ഞുകൊണ്ടാണ് ഭരതസ്വാമി നിൽക്കുന്നത്. ശ്രീരാമസ്വാമിയുടെയും ഭരതന്റെയും ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെയും ഒക്കെ അനുഗ്രഹം തീർത്ഥാടകർക്കുണ്ടാവട്ടെ. നമുക്ക് ആ ക്ഷേത്ര സങ്കേതത്തിലേക്ക് പ്രവേശിക്കാം.
ഭരത ക്ഷേത്രത്തിൽ അകപ്രദക്ഷിണവട്ടത്തിൽ ഗണപതിക്കൂട്ടിൽ ശിവൻ, ഗണപതി, ഹനുമാൻ മുതലായ ദേവന്മാരുടെ പ്രതിഷ്ഠയും വടക്കേ ചുറ്റിൽ കിഴക്ക് ഭാഗത്തായി ലക്ഷ്മണസ്വാമിയും കുടികൊള്ളുന്നു. മതിൽക്കകത്ത് പടിഞ്ഞാറ് ഭാഗത്തായി ഭഗവതി, അയ്യപ്പൻ മുതലായ ദേവതകളുടെയും പ്രതിഷ്ഠയുണ്ട്. മീനം രാശി 10-ലായി സർപ്പസാന്നിധ്യവുമുണ്ട്. നമ്മൾ ഭരതസ്വാമിയെ തൊഴുതു. ഇനി മുളക്കുളം ലക്ഷ്മണസ്വാമിയുടെ തിരുസന്നിധാനത്തേക്ക്, മൂന്നാമത്തെ ക്ഷേത്രമായിട്ടുള്ള ലക്ഷ്മണസ്വാമിയുടെ തിരുമുമ്പിലേക്ക് പുറപ്പെടുകയാണ്. നാലമ്പല ദർശനത്തിന്റെ പുണ്യവുമായിട്ട് നമുക്ക് ലക്ഷ്മണസ്വാമിയെ കാണാം. നാരായണ നാരായണ. കർക്കടക പുണ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് സാക്ഷാൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് മൂന്നാമത് എത്തിച്ചേരുന്നത് സാക്ഷാൽ മുളക്കുളം ലക്ഷ്മണസ്വാമിയുടെ തിരുസന്നിധാനത്താണ്. ശ്രീരാമസ്വാമിയുടെ ആത്മാവ്, പ്രാണൻ എന്ന് പറയാം ലക്ഷ്മണനെ. അത്ര സ്നേഹമായിട്ടുള്ള സഹോദരനാണ് അദ്ദേഹം. ആ അഭിഷേകത്തിന് വിഘ്നമൊക്കെ വരുന്ന സമയത്ത് ദശരഥനെ വധിക്കാൻ പോലും തയ്യാറാവുന്ന ലക്ഷ്മണന്റെ സ്വരൂപവും ലക്ഷ്മണനോടുള്ള ഉപദേശമൊക്കെ നമുക്ക് കേട്ടാൽ അറിയാം, അല്ലെ? വത്സസൗമിത്രേ പറഞ്ഞ അദ്ദേഹത്തിന് ഉപദേശിക്കണ്ടേ, കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, എൻ്റെ തത്വം നിന്നെ പോലെ ആർക്കും അറിയില്ല എന്നൊക്കെ ശ്രീരാമൻ പറയുന്നുണ്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തില്. ആ ലക്ഷ്മണസ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠ. സാക്ഷാൽ തിരുമൂഴിക്കുളത്ത് നിന്ന് തിടമ്പിൽ ആവാഹിക്കപ്പെട്ടു പോകുന്നതാണ്, ആ തിടമ്പിൽ കയറി പോകുന്നതാണ് ഇവിടേക്ക്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം എത്രയാന്ന് കണക്കില്ല. ഭരണഭക്തന്മാരെ മുഴുവൻ ആ ശ്രീരാമസ്വാമിയെ പോലെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്മണ പെരുമാൾ ദാ ഈ മുളക്കുളത്ത് വാഴുന്നു. ഭക്തജനങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കർക്കടക മാസത്തിൽ നാലമ്പല ദർശനത്തിൽ എത്തുന്ന ഭക്തന്മാരെ മുഴുവൻ അനുഗ്രഹ വർഷം ചൊരിയുന്ന അനന്തൻ സൗമിത്രി സാക്ഷാൽ ലക്ഷ്മണൻ ആ സന്നിധാനത്തേക്കാണ്, മുളക്കുളത്തപ്പന്റെ തിരുനടയിലേക്കാണ് നമ്മൾ പോണത്. എല്ലാവർക്കും ഭഗവാനെ ദർശിക്കാറാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പടിഞ്ഞാറ് ദർശനമായി ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണവട്ടത്തിൽ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നീ ദേവതകൾ കുടികൊള്ളുന്നു. ശ്രീരാമസ്വാമിയുടെ സഹോദരനായിട്ടുള്ള സാക്ഷാൽ ലക്ഷ്മണ പെരുമാളുടെ തിരുസന്നിധാനത്ത് മുളക്കുളത്ത് ലക്ഷ്മണസ്വാമിയുടെ ശ്രീലകത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ മേശാന്തി അദ്ദേഹം ഇവിടെയുണ്ട്. അങ്ങയുടെ പേര് എങ്ങനെയാ? കൃഷ്ണൻ നമ്മൾ കൃഷ്ണകുമാർ എന്നാണ് അതിന്റെ പേര്. നമ്മുടെ മുളക്കുളം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മൂഴിക്കുളത്തെ ലക്ഷ്മണസ്വാമി ദേവരന്യാണ് അല്ലെ? അവിടുന്ന് മറ്റേ ഈ ശിവേലിബിംബം കൊണ്ടുവന്ന് ഇവിടെ വന്നു. അത് ആ ശിവലിംബം തന്നെയാണ് ഇപ്പൊ മെയിനായിട്ട് ഇവിടെ പ്രതിഷ്ഠയായിട്ട് വരുന്നത്. അതെ അതെ, അതാണോ ഈ മുളക്കുളവും മൂഴിക്കുളവും തമ്മിലുള്ള പേരുള്ള ബന്ധം അങ്ങനെയാവോ? ആയിരിക്കാം. ഇവിടെ വിശേഷമായിട്ട് ഉള്ള പൂജകൾ എന്തൊക്കെയാണ്? 5 പൂജയായിട്ടാണ് സാധാരണ എല്ലായിടത്തും. ആദ്യത്തെ പൂജ ആ പതിവില്ല, നേദ്യമായിട്ടേ പതിവുള്ളൂ. ഇവിടെ പക്ഷെ 5 പൂജയായിട്ട് തന്നെയുണ്ട്. ഉഷപൂജ മുതൽ എല്ലാം ഉണ്ട്. പന്തീരടി കുറച്ച് വിശേഷമായിട്ട് നമ്മൾ നടത്താറുണ്ട്. എല്ലാ പൂജകളും ഉണ്ട്. രാവിലെ ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി, ഉച്ചപൂജ. പന്തീരടി പായസം പ്രധാനമാണ്. അത് പിന്നെ പാൽപ്പായസമാണ്
മെയിൻ വഴിപാടെന്ന് പറഞ്ഞാൽ പാൽപ്പായസമാണ്. അത് ധാരാളമായിട്ടുണ്ട്. ശരി. ശ്രീരാമസ്വാമിയുടെ സന്തത സഹചാരിയായ സഹോദരൻ, ആത്മസുഹൃത്ത്, എന്തൊക്കെയാ ലക്ഷ്മണനെ കുറിച്ച് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത്ര ഇഷ്ടമാണ് ശ്രീരാമസ്വാമിക്ക്. അദ്ദേഹത്തിന് രാമനെ ഇത്രയും അറിയണ ഒരാള് വേറെ ആരുമില്ല എന്നാണ് രാമായണത്തിലെ എഴുത്തച്ഛനൊക്കെ പറയണത്. നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും എന്ന് പറയുന്നുള്ളൂ. എന്നെക്കുറിച്ചുള്ള കാരുണ്യപൂരവും എന്നൊക്കെ പറയാം. ആ സാക്ഷാൽ ലക്ഷ്മണസ്വാമിയുടെ തിരുനടയിലാണ് നമ്മൾ നിൽക്കുന്നത്. മുളക്കുളത്ത് ഉപദേവതകളായിട്ട് അകത്ത് ഗണപതിയും ഹനുമാനും മഹാദേവനും ഉണ്ട്. പുറത്തും മഹാദേവന്റെ പ്രതിഷ്ഠ വരുന്നുണ്ട്. കിരാതമൂർത്തിയാണ്. ആ വിശേഷമൊക്കെ നമുക്ക് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പറയാം. അത്യുഗ്രമൂർത്തിയായിട്ടുള്ള അതിശക്തിയായിട്ട് ഭക്തന്മാരുടെ എത്രയാ പ്രേമവാത്സല്യാദികളിൽ ഉള്ളതെന്ന് നിശ്ചയമില്ലാത്ത, വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഈ ക്ഷേത്ര സംഗീതത്തിൽ നിൽക്കുമ്പോൾ ആ അനുഗ്രഹം ഇവിടെ വന്ന് തൊഴുന്ന എല്ലാവരും അനുഭവിക്കുന്ന പോലെ നമുക്കും അനുഭവിക്കാനാവും. അതിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ തിമർപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പ്രദക്ഷിണത്തിലൂടെ കാണാം. നാരായണ. മുളക്കുളത്തപ്പൻ്റെ പ്രദക്ഷിണ വഴിയിൽ സാക്ഷാൽ ധർമ്മശാസ്താവുണ്ട്. തൊട്ട് മുമ്പിൽ കിരാതമൂർത്തിയുണ്ട്. ഉഗ്രമൂർത്തിയായിട്ടുള്ള കിരാതമൂർത്തിയാണ്. ആ രൗദ്രമൊന്ന് കുറയ്ക്കാനാണ് പുത്രനായിട്ടുള്ള ശാസ്താവ് നേരെ മുമ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് പ്രദക്ഷിണ വഴിയിലേക്ക് കിടക്കാം. കിരാതമൂർത്തിയായ മഹാദേവനും ദേവിയും ഈ ലക്ഷ്മണ പെരുമാളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മൂർത്തികളാണ് ഇവര്. അഹങ്കാരിയായ അർജുനന്റെ അഹങ്കാരം ശമിപ്പിച്ച് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് പുറപ്പെട്ടപ്പോ ഭഗവതിയും ഭൂതഗണങ്ങളൊക്കെ ആ വേഷത്തിലാണ് ചാടി പുറപ്പെട്ടത്. കുറച്ച് ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭാവമാണ് ഈ മുളക്കുളത്തുള്ള കിരാതമൂർത്തിയുടെ. ആ ഉഗ്രത കുറയ്ക്കാനാണ് പുത്രനായ ധർമ്മശാസ്താവ് നേരെ ഇരിക്കുന്നത്. ഭക്തന്മാർക്ക് എത്ര അനുഗ്രഹം കൊടുക്കുക ഭഗവാന്റെ കണക്കില്ല. ക്ഷിപ്രപ്രസാദിയാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മുഴക്കുളത്തപ്പന്റെ പ്രദക്ഷിണ വഴിയിലുള്ള ഭഗവതിയാണ്. പ്രശ്നവിധി പ്രകാരം ദേവിയുടെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് പ്രതിഷ്ഠിച്ചതാണ് ദേവി. അതുപോലെ തന്നെ നാഗത്താന്മാരാണ് തൊട്ടടുത്തുള്ളത്. ഇവരുടെയൊക്കെ അനുഗ്രഹം ഭക്തജനങ്ങൾക്ക് എന്നും വലിയൊരു മുതൽക്കൂട്ടാണ്. ദേവിയുടെയും നാഗത്താന്മാരുടെയും ഒക്കെ അനുഗ്രഹം ഭക്തന്മാർക്ക് ഉണ്ടാവട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ. ഹരേ രാമ. മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന ഒരാള് EP ഗോപികൃഷ്ണൻ അല്ലേ? സാഹിത്യവും ചരിത്രമൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് തരും. മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രവും മുളക്കുളം ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം, അവിടെ നിന്ന് ഭഗവാൻ ഇങ്ങോട്ട് വന്ന കഥ, അതുപോലെ ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രമാണല്ലോ, അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഭക്തജനങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ വലിയ സന്തോഷമായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗോപികൃഷ്ണൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാലമ്പല തീർത്ഥാടന വഴിയിലെ മൂന്നാമത്തെ ക്ഷേത്രമായ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം, അത് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്നാണ് റെക്കോർഡുകൾ പ്രകാരം അറിയപ്പെടുന്നത്. ശരിക്കും തിരുമൂഴിക്കുളം എന്ന പേര് വരുമ്പോൾ ചാലക്കുടി പുഴയോരത്ത് പാറക്കടവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമൂഴിക്കുളം ക്ഷേത്രം, പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ക്ഷേത്രം, പഴയ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുമൂഴിക്കുളം ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ശ്രീലക്ഷ്മണ പെരുമാളാണ് പ്രതിഷ്ഠ. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് തിരുമൂഴിക്കുളം ക്ഷേത്രമായി മാറിയത്. ശരിക്കും പെരുമാൾ ഭരണത്തിന് ശേഷം കേരളം നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട കഴിഞ്ഞപ്പോൾ പറവൂർ നാട്ടുരാജ്യത്തിൻ്റെ കീഴിലായിരുന്നു പറവൂര് തിരുമൂഴിക്കുളം ക്ഷേത്രം. അതായത് പാറക്കടവ് പഞ്ചായത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ അതിൻ്റെ ഊരാളന്മാരായിരുന്ന പാഴൂരില്ലക്കാരും ആ നാട്ടുരാജാവായിരുന്ന പറവൂർ രാജാവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്ന് പറയുന്നു. അത് ചില പഴമക്കാർ പറയുന്നത് ആസ്യനായ രാജാവും ആഢ്യനായ തിരുമേനി നമ്പൂതിരിയും തമ്മിലുള്ള അകൽച്ചയായിരുന്നു. ഇവർ തമ്മിലുള്ള ബന്ധം, രാജാവ് ഒരു ബന്ധം ഇവരുടെ കുടുംബത്തിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നു.
അത് ഇവർക്ക് നൽകാൻ കഴിയില്ല. അപ്പം നാടുവാഴിയെ പിണക്കി അവിടെ നിൽക്കുന്നതിന് അപ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ചില മാനസിക പ്രശ്നത്തിൽ ഇവർ തമ്മിൽ അന്തരമുണ്ടായി എന്നാണ് പറയുന്നത്. ഈ ഒരു അന്തരം ശരിക്കും അവിടെ ഞാൻ ആ നാട്ടിൽ പോയപ്പോഴും അവിടെ കേട്ടിട്ടുണ്ട്. അവിടെ തന്നെ ആളുകളെ എന്നോട് അവിടെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ട് ഞാൻ ആ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കാം, ഞങ്ങളുടെ ഭഗവാൻ അവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ആ നാട്ടിലും ഈ ബന്ധം വളരെ കൃത്യമാണ്. അപ്പോൾ അതിങ്ങോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് ഒരു ചരിത്രം, അത് കഥയല്ല, ചരിത്രം തന്നെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് അവിടെ കഴിയാൻ വളരെ ബുദ്ധിമുട്ടായി. എങ്ങനെ ഈ ഭഗവാനെ ഉപേക്ഷിച്ച് അവിടുന്ന് പോരാനും കഴിയില്ല എന്ന മട്ടിൽ ഈ കുടുംബക്കാരങ്ങനെ ഇരിക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് സ്ഥിരമായി അവിടെ മാസം തൊഴാനായിട്ട് അവിടെ എത്തിയിരുന്ന ഒരു മൂസവ് ഉണ്ടായിരുന്നു, കരിമലക്കോട്ട് മൂസവ്. അത് ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഒരു കൊട്ടാരം കാണാം, അവിടെയായിരുന്നു മൂസവിൻ്റെ ഇല്ല. മൂസവ് എല്ലാ മാസവും അവിടെ മാസം തൊഴാനായിട്ട് പോയിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ മാസം തൊഴുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസവും അടുത്ത മാസത്തിൻ്റെ ആദ്യത്തെ ദിവസവും തൊഴുതു കഴിഞ്ഞാൽ ഒരു മാസം മുഴുവൻ തൊഴുതതിൻ്റെ ഫലമായി എന്നാണ് കണക്ക്. അങ്ങനെ സ്ഥിരമായി യാത്ര, അന്നത്തെ മാസം തൊഴാൻ പോകുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പോലെ പോലെ ഒരു ബസ് യാത്രയിലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. 2-3 ദിവസം കൊണ്ടായിരിക്കും യാത്രകൾ എഴുതുന്നത്. ഇവിടുന്ന് പോകുന്ന ഒരു പുഴ കടന്ന് എവിടെയെങ്കിലും ചെന്ന് ഒരു ദിവസം അവിടെ ചിലപ്പോൾ അന്നത്തെ വിശ്രമത്തിനുള്ള സ്ഥലം, ഇതൊക്കെ അവർക്ക് സ്ഥിരമായ യാത്രയിൽ അവർ ഒരുക്കിയിട്ടുണ്ടാവും. ആ വിധത്തിലാണ് അങ്ങനെ എത്തുന്നത്. അങ്ങനെ അവിടെ അദ്ദേഹം എത്തിയപ്പോൾ ഒരു തവണ ഇവരെ ഈ ഇല്ലക്കാരുമായിട്ടുള്ള സ്ഥിരം വരുന്നതുകൊണ്ട് പരിചയമുണ്ട്. അവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അവരെല്ലാം വളരെ മ്ലാനമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കാര്യം തിരക്കി. ഇദ്ദേഹവുമായിട്ടുള്ള അടുത്ത പരിചയം വെച്ച് അവർ വിവരങ്ങൾ ഇദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ അങ്ങനെ അറിയിച്ചതെന്ന് ആലോചിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അപ്പോൾ അവരുടെ ദേശവഴികൾ, ഇവർ വലിയ പ്രഭാവികളായിരുന്നുകൊണ്ട് അവരുടെ ദേശവഴികൾ എന്ന് പറഞ്ഞാൽ ഈ വസ്തുവകകളാണ്, അത് ഈ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോന്നുകൂടെ എന്നാലോചിച്ചു. അപ്പോൾ അങ്ങനെ പോരാൻ അവർ തീരുമാനിച്ചു. അതായത് ഈ ആറാട്ടിൻ്റെ സമയത്ത് ഭഗവാന്റെ ചൈതന്യം മുഴുവനും ഈ ഭീമലിബിംബത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുപോരുന്ന സമയത്ത് അതുമായി ഇങ്ങ് പോരാമെന്ന ഒരു ഗൂഢപദ്ധതി തയ്യാറാക്കി. അതനുസരിച്ച് അതിൽ പ്രധാനപ്പെട്ട കുറേ ആളുകൾ ഇവിടെ വന്ന് ഉപവാസമായി ഇവിടെ കഴിഞ്ഞു. ഇവർ ഇവിടെ കൊണ്ടുവന്നൊരു പ്രത്യേക സ്ഥലത്ത് അത് ഇറക്കി എഴുന്നള്ളിക്കാം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഓരോ ദിവസവും അവർ ഉപവാസം നടത്തി ഇങ്ങനെ കഴിഞ്ഞ് 41-ാം ദിവസം ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇന്നത്തെ യാത്രയല്ല, പക്ഷേ എന്തോ വഴിയിലെ യാത്രയിലെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് 41-ാം ദിവസം ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചു, ഭഗവാൻ നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തുമായിരുന്നല്ലോ. 41 ദിവസമായിട്ട് എത്തിയില്ല. അപ്പം നമ്മളെ വേണ്ട ഭഗവാൻ, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ നമുക്കും വേണ്ട എന്നൊരു ഇതിലേക്ക് അവരെത്തുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ ദേവൻ എത്തിച്ചേരുകയും ചെയ്തു. അത് അന്നത്തെ യാത്രാ തടസ്സങ്ങൾ കൊണ്ടുപോലും മൂലം മാത്രം താമസിക്കുകയാണ്. ദേവനോട് എത്തിച്ചേർന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാനില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു സത്യം ചെയ്തു പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവർ ആദ്യം നിശ്ചയിച്ച സ്ഥലത്ത് ഇത് ഇറക്കി എഴുന്നള്ളിക്കാൻ സാധിച്ചില്ല. ഈ മൂസവിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ഇറക്കി എഴുന്നള്ളിച്ചു. ആ സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രത്തിൻ്റെ കൊട്ടാരം പണിതിട്ടുള്ളത്. തുടർന്ന് ഈ നാട്ടിലെ മാണിമാരായിട്ടുള്ള ആളുകളും അവിടെ നിന്ന് പോകുന്ന ആളുകളും എല്ലാം ചേർന്നാണ് ഈ ക്ഷേത്രം പണിതത്. അപ്പോൾ ഈ ചില വീടുകളും ഇന്ന് അവിടെയുണ്ട്. ഞാൻ അന്വേഷിച്ച് കണ്ടിട്ടുണ്ട്, വീട്ടുകാരെ തന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടിട്ടുണ്ട്. നാക്കാട്ടിൽ എന്നുള്ളൊരു വീട് കൃത്യമായിട്ട് അവിടെയുണ്ട്. കാലായിൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കുടുംബം ഇവിടെയുണ്ട്, വാഴക്കാലായിൽ. ഇതും അവിടെയുണ്ട്, ഈ ഇരുമൂഴിക്കുളത്തുണ്ട്. അപ്പോൾ ഇന്നും ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. അവിടുന്ന് ആളുകൾ ഇവിടെ തൊഴാൻ വരാറുണ്ട്. ഇന്ന് ആ ക്ഷേത്രവും വളരെ നാലമ്പല തീർത്ഥാടനത്തിലൂടെ വളരെ വലിയ നിലയിലേക്ക് ഉയർന്ന ക്ഷേത്രമാണ്. വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ഈ 2 ക്ഷേത്രങ്ങളും എന്നുള്ളതാണ് പ്രത്യേകത. മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഇറങ്ങുകയാണ്. നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ട് 4ാമത്തെ ക്ഷേത്രമായിട്ടുള്ള നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മളെല്ലാവരും യാത്ര ചെയ്യാണ്. നാരായണ നാരായണ. നമ്മൾ 4ാമത്തെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രമാണ്. ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പുറപ്പെട്ടുല്ലോ. അങ്ങനെ പുറപ്പെട്ട സമയത്ത് ഭരതനും ശത്രുഘ്നും വല്ലാത്ത സങ്കടമായി. അവർ പെട്ടെന്നാണ് കഥ അറിയണത്, തങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന്. അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരതനും ശത്രുഘ്നും കൂടിയിട്ട് പുറപ്പെടണം. രാമൻ്റെ കൂടെ ലക്ഷ്മണൻ പുറപ്പെട്ടിട്ടുണ്ട്. ഭരതശത്രുഘ്നന്മാർ ഏട്ടനെ കാണാനുള്ള ധൃതിയിൽ, കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള ധൃതിയിൽ സൈന്യങ്ങളോടൊപ്പം പുറപ്പെട്ടു പോണ വഴിയിൽ വെച്ച് ശത്രുഘ്നസ്വാമിക്ക് എന്ത് പറ്റിയെന്നല്ലേ, അദ്ദേഹം കൂട്ടുവിട്ടുപോയി. ഒരു നടുക്കാട്ടിൽ ചെന്ന് പെട്ടു. ആ നടുക്കാടാണ് ഈ ക്ഷേത്രം.
ഇവിടെ വച്ചാണ് അദ്ദേഹം ഒറ്റപ്പെട്ടു പോയത് അത്രേ. ആ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ശത്രുഘ്നൻ ഭഗവാന്റെ തന്നെ അംശം എന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാൻ സശങ്കചക്ര കിരീടകുണ്ടലധാരിയാണ്. ഇതിലെ ചക്രം എന്ന് പറയുന്നത് ശത്രുഘ്നസ്വാമി തന്നെയാണ്. എത്രയാ രാമസ്വാമിയോടുള്ള ഇഷ്ടം, സഹോദരനോടുള്ള പ്രേമം, വാത്സല്യം, അദ്ദേഹത്തിനുള്ള ഭക്തി എന്ന് പറയാനില്ല. നാലമ്പല ദർശനത്തിൻ്റെ പുണ്യം ശത്രുഘ്നസ്വാമിയുടെ അനുഗ്രഹം കൂടി ചേരുമ്പോഴേ പരിപൂർണ്ണമാവുള്ളൂ. ഇവിടെ ചക്രസ്വരൂപനായിട്ടുള്ള ആളാണ്. ചക്രത്തിന് വലിയ പ്രാധാന്യമാണ്. അത് വഴിപാടായിട്ട് പോലും ആളുകൾ സമർപ്പിക്കാറുണ്ട്. പരദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ഒക്കെ അനേകായിരം ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഈ രാമപുണ്യത്തിൻ്റെ ഭാഗമായി ഈ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവേശിക്കാം. 4ാമത്തെ ക്ഷേത്രമാണിത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഭഗവാന്റെ ശ്രീചക്രമാണ് ശത്രുഘ്ന എന്ന സങ്കല്പം. ആ ശത്രുഘ്നെ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ 2 ഉപദേവന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സാക്ഷാൽ മഹാദേവൻ, പിന്നെ കാണാൻ വരുന്നത് വെണ്ണക്കണ്ണനെയാണ്. 2 പേരുമാണ് ഇവിടുത്തെ ഉപദേവതമാർ. ഭഗവാന്റെ പോലെ തന്നെ അവരും ഭക്തന്മാരെ കാത്തിരിക്കുകയാണ് അനുഗ്രഹ വർഷം ചൊരിയാൻ. നാരായണ നാരായണ നാരായണ. ശത്രുഘ്നായ തേ നമഃ. നമ്മൾ രാമായണ തീർത്ഥയാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 4അമ്പല ദർശനം അതിൻ്റെ അവസാന സ്ഥലമാണ്, 4ാമത്തെ സ്ഥലമാണ് ഇവിടെ. സാക്ഷാൽ ശത്രുഘ്നസ്വാമിയാണ് ഭക്തന്മാരെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ചക്രസ്വരൂപനായിട്ടുള്ള ഭഗവാൻ അല്ലേ. അങ്ങ് ഇവിടുത്തെ സെക്രട്ടറിയാണ് ശ്രീ രാജീവ് ജി. ഇവിടെ ഈ ചക്ര സമർപ്പണം എന്നൊരു വഴിപാട് ധാരാളം ഭക്തജനങ്ങൾ ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഐതിഹ്യം? അത് ബാക്കി ഇവിടുത്തെ മറ്റ് വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊന്ന് പറയാം. ചക്രം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് അവിടെ ഭഗവാൻ ചക്രത്തിൽ നിന്നുള്ള ഭഗവാൻ ചക്രം അവതരിച്ചതാണല്ലോ. അപ്പം നമ്മൾ ഈ ചക്രം മനസ്സിൽ നമ്മൾ എന്താഗ്രഹം ഉദ്ദേശിച്ച് നടക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് ഒത്തിരി പേര് അനുഭവം പറഞ്ഞിരിക്കുന്നത്. ഈ ചക്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെമ്പോലയിൽ തകിടിൽ സുദർശനചക്രം പോലെ പൂജിച്ചാണ് കടകളിലോ വീടുകളിലോ വച്ചിരുന്നത്. ഇതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് കുരുത്തോലയിൽ തീർത്ത ചക്രമാണ് ഇവിടുത്തെ പ്രത്യേകത. ലോകത്തെ കുരുത്തോലയിൽ തീർത്ത ചക്രമുള്ള ആയ ഒരു ഏകക്ഷേത്രം ഇത് തന്നെയാണ്. അപ്പോൾ ഈ കുരുത്തോലയിൽ തീർത്ത ചക്രം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിച്ച് നടക്കെ വച്ച് അതകത്ത് കയറ്റി പൂജിച്ച് തിരിച്ച് നമുക്ക് തന്നുവിടുകയാണ്. അപ്പോൾ ആ ചക്രം സമർപ്പിച്ച് കഴിഞ്ഞ് ഒത്തിരി പേര് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീട് പണി ഉദ്ദേശിച്ച ചക്രം വെച്ചവർക്ക് വീട് പണി നടന്നിട്ടുണ്ട്. അതുപോലെ സന്താന ലബ്ധിക്കും അങ്ങനെ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ അവർ ചെയ്യുന്ന അങ്ങനെ ഒത്തിരി പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയതായിട്ട് നമ്മൾ വിളിച്ചു പറയുകയും പിന്നെ കൊറിയറായിട്ട് ഒരുപാട് പേര് അവരുടെ ആഗ്രഹം പറഞ്ഞ് നമ്മൾ ചക്രം സമർപ്പിച്ച് പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാട് ശരിക്കും ചക്രമാണ്, അത് കുരുത്തോലയിൽ തീർത്ത്. അപ്പോൾ ഈ 4അമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ധാരാളം ഭക്തജനങ്ങളൊക്കെ വരും. കഴിഞ്ഞ വർഷവും നല്ല ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു.
അതുപോലെ ആ ഭക്തജനങ്ങൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായോ? ഒരുവിധം ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പന്തലിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ബാക്കി തിരുമുറ്റം ടൈല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന ഭക്തജനങ്ങൾക്കാണെങ്കിലും മറ്റ് ക്ഷേത്രങ്ങളിൽ കഞ്ഞി ഇതുള്ളത് കൊണ്ട് നമ്മളിവിടെ എല്ലാ ദിവസവും പായസ വിതരണമുണ്ട് ഭക്തജനങ്ങൾക്ക്. ഇപ്പോൾ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പുറത്തു വെച്ച് പായസം ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. വേറെ വഴിപാടെന്ന് വെച്ചാൽ പിന്നെ ഇത് പാൽപ്പായസമാണ് ഇവിടുത്തെ. പാൽപ്പായസം, പിന്നെ ഭാഗ്യതത്വ പുഷ്പാഞ്ജലി, ഇതാണ് മെയിൻ. പിന്നെ പാൽപ്പായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഈ കർക്കിടകത്തിൽ മാത്രമേ എല്ലാ ദിവസവും നട തുറക്കുള്ളൂ. വെച്ചാൽ മിഥുനമാസം 31-ാം തീയതി തുറന്നാൽ ചിങ്ങം 1 വരെ ഫുള്ളുണ്ട്. ബാക്കി എല്ലാ മാസവും തിരുവോണനാളിലാണ് ഭഗവാന്റെ ഇവിടെ നട തുറക്കുന്ന മാസപൂജയുള്ളൂ ഇവിടെ എല്ലാ മാസവും. അപ്പോൾ നാലമ്പല ദർശനം എന്ന രാമായണ പുണ്യം, അതിന് ഭക്തന്മാരെല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഭക്തന്മാർ ഒഴുകിയെത്തട്ടെ. ഭഗവാന്റെ ശത്രുഘ്നസ്വാമിയുടെ അനുഗ്രഹം അവർക്കൊക്കെ ഉണ്ടാവട്ടെ. എല്ലാ മംഗളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഈ നാലമ്പല ദർശനം 4ാമത്തെ സ്ഥലമാണ് ഇവിടെ. ഇത് പൂർത്തിയാകുന്നത് വീണ്ടും ആദ്യ ആ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടാണ് വീണ്ടും ഇത് പൂർത്തിയാവുക. അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ വീണ്ടും അവിടേക്ക് യാത്ര പുറപ്പെടുകയാണ്. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും ഭരതസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ശത്രുഘ്നസ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മറ്റ് 3 ക്ഷേത്രങ്ങളും ദർശിച്ച ശേഷം വീണ്ടും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലേ നാലമ്പല ദർശനം പൂർത്തിയാകൂ. കർക്കടക പുണ്യമായി തീർത്ഥയാത്രയുടെ ഭാഗമായിതാ നമ്മൾ നാലമ്പല ദർശനം നടത്തി. മാമലശ്ശേരി സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തിരുമുമ്പിൽ നിന്ന് ആരംഭിച്ച് 4 ക്ഷേത്രങ്ങളും അവിടെ എല്ലാം തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ച് ഇത് പരിപൂർണ്ണമാവുക. വീണ്ടും ഇപ്പം നമ്മൾ ചെയ്ത പോലെ വീണ്ടും ഇവിടെ വന്ന് ഭഗവാനെ തൊഴുത് രാമസ്വാമിയുടെ തൃപ്പാദത്തിൽ നമസ്കരിക്കുമ്പോഴാണ് അത് പൂർത്തിയാവുക. നാലമ്പല ദർശനത്തിൻ്റെ സമാപ്തി എന്ന് പറഞ്ഞാൽ വീണ്ടും മാമലശ്ശേരിയിൽ വന്ന് ഭഗവാനെ നമസ്കരിച്ച് സമസ്താപരാധങ്ങളും ക്ഷമിക്കണേ രാമചന്ദ്ര, അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് അടിയങ്ങൾക്ക് ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആകെയുള്ള ഇന്ധനം എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ച് ആ കാരുണ്യ സ്വരൂപനായ ഭഗവാൻ അനുഗ്രഹം മേടിക്കൊപ്പം ഹനുമൽ സ്വാമി തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ഭക്തനെ എത്രയാ സ്നേഹം എന്നുള്ളതിന് കണക്കില്ല ആഞ്ജനേയ സ്വാമിക്ക്, അതോ രാമസ്വാമിക്കാണോ കൂടുതൽ ഇഷ്ടം സംശയം. ഏതായാലും ആ 2 പേരുടെ അനുഗ്രഹം പരിപൂർണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്ന കർക്കിടകം വരെ ആ പുണ്യം നിറച്ച് ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാറാവണം. രാമനാമം ജപിച്ചുകൊണ്ടിരിക്കാറാവണം. ഇനി വീണ്ടും അടുത്ത കർക്കിടകം വരെ നമ്മൾ കാത്തിരിക്കുകയാണ് വീണ്ടും ഈ രാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കാൻ വേണ്ടി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലമ്പല ദർശനത്തിൻ്റെ കേന്ദ്ര ഭൂമിയിൽ തിരുനടയിലാണ് നമ്മൾക്ക് നിൽക്കുന്നത്. ഉറക്കെ രാമമന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ആ രാമകഥയെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ആ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് യാത്രയാവാം. നാരായണ നാരായണ നാരായണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.